പ്രദേശവാസി കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ദീപക്, ഞാനൊന്ന് പോയി വരാം. ഷമീർ കേൾക്കാമോ? കേൾക്കാം. എന്താണ് ഈ സംഭവം? ഈ അമ്പലവയലിൽ ഭൂമിക്കടിയിൽ നിന്ന് സ്ഫോടന ശബ്ദം താങ്കളും കേട്ടോ? കേട്ടിരുന്നു. ഞങ്ങളൊരു 10 മണി ആയപ്പോഴാണ് ഒരു സൗണ്ട് വരുന്നത്. വലിയ ശബ്ദമായിരുന്നു. വലിയ ശബ്ദം തന്നെ ആയിരുന്നു. അപ്പൊ ഞാനിവിടുത്തെ മാളിക വാർഡ് മെമ്പറും കൂടിയാണ്. അപ്പൊ തന്നെ ആളുകൾ എന്നെ വിളിച്ചോണ്ടിരിക്കേണ്ട ഈ സമയത്ത് നമുക്കൊരു ഒരു ഇടി ഉള്ളതാണ്. ഒരു കൂണിടി എന്നൊക്കെ നമ്മളെ വയനാട്ടിൽ പറയും. ഉണ്ടാകുന്ന ഒരു ടൈമാണിത്. അപ്പൊ ആ ഒരു ഇടി അതിനാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പിന്നെ വിളിച്ചവരൊക്കെ പറഞ്ഞു വീട് ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്, ജനൽ ചില്ലകളൊക്കെ തരിച്ചിരുന്നു, വീടിന്ന് പുറത്തിറങ്ങി എന്നുള്ള വിളി വന്നപ്പോഴാണ് ഞാൻ തെക്കൻകൊല്ലി ഭാഗങ്ങളിലൊക്കെ സന്ദർശിക്കുന്നത്. തെക്കൻകൊല്ലി ഭാഗങ്ങളിൽ പോയപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു നല്ല സൗണ്ട് തന്നെ ആയിരുന്നു. വീടുകളൊക്കെ നല്ലോണം കുലുങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോ വില്ലേജ് ഓഫീസർ അതേപോലെ തന്നെ വാർഡ് മെമ്പർമാരൊക്കെ ഞങ്ങളിവിടെ സ്ഥലത്തുണ്ട്. ഇപ്പൊ എത്ര മേഖലകളിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത്? ഇത് നമ്മുടെ എടക്കൽ ഭാഗം മുതല് നമ്മുടെ ആനപ്പാറ ഒരു 3-4 വാർഡിനെ ഈ ഒരു 3-4 വാർഡുകളിലുണ്ട്. ഈ പ്രദേശത്തൊക്കെ ഈ വീടുകളിൽ ഈ വിള്ളലൊക്കെ വന്നോ? അങ്ങനെയാണോ? ഇല്ല, വിള്ളല് നാശനഷ്ടങ്ങളൊന്നും എവിടെയും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഭാഗങ്ങളിലും. ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ ജനൽ ചില്ലുകളിൽ നല്ല ഒരു തരിപ്പുണ്ടായിരുന്ന മാതിരി അവർ പറയുന്നുണ്ട്. ആളുകൾ അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി? അപ്പൊ പുറത്തേക്ക് ഓടിയ കുറച്ച് മേഖലകളുണ്ട്. നമ്മളെ അമ്പൂത്തി വെള്ളച്ചാട്ടം മാതിരത്തുള്ള റോഡുകളുണ്ട്, വീടുകളുണ്ട്. ആ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിലുള്ള ആളുകളൊക്കെ പുറത്തോട്ട് ഓടി. ഈ ഒരു ജർക്കിങ് ഒരു അനുഭവപ്പെട്ടു. താങ്കൾ നേരത്തെ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ആ പ്രദേശത്ത് ഈ തരത്തിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ടെന്നാണോ? എന്തോ ഒരു പേര് പറഞ്ഞല്ലോ, എന്താ? അല്ലല്ല, അത് ഈ സമയത്ത് നമ്മളെ ഈ വർഷക്കാലം വരുമ്പോ ഒരു ഇടിയുണ്ട്. അത് കൂണിടി എന്ന് പറയും ഞങ്ങള്. കൂടുണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇടി എന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതൊരു സൗണ്ട്, ഒരു വ്യത്യസ്ത സൗണ്ട് ആയതുകൊണ്ട് അതുപോലെയുള്ള ശബ്ദമല്ല. അതുപോലുള്ള ശബ്ദമല്ല. അല്ലല്ല, അതൊരു 2 പ്രാവശ്യമായിട്ട് ഒരു സൗണ്ടാണ് വന്നത്. ഒരു മുഴക്കം മാതിരിയുള്ള ഒരു സൗണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ തിരിച്ചറിയുന്നത്? ഇപ്പൊ അവിടെ ആരാണ് ഉള്ളത്? ഇപ്പൊ നാട്ടുകാരെന്താ ചെയ്യുന്നത്? വീടുകളിൽ തന്നെ തുടരുകയാണോ അതോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയോ? ഞങ്ങള് ഓരോ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് ഓഫീസറും പിന്നെ പഞ്ചായത്ത് അധികാരികളൊക്കെ ഉണ്ട് അപ്പുറത്തെ വീട്ടില് നോക്കുന്നുണ്ട്. ഒരു പരിഭ്രാന്തിയുണ്ടോ? ജനങ്ങൾക്ക് ഒരു ചെറിയൊരു ഒരു എന്താ പറയാ പരിഭ്രാന്തി ഉണ്ട് ഈ മുണ്ടക്കൈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലേ? അതെ. ഈ ഒന്നാമത് ഞങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇങ്ങനത്തെ ഒരു ഇതുകൂടി വന്നോട് ഒരു പരിഭ്രാന്തി ഉണ്ട്. ചിലപ്പോൾ മാറി നിൽക്കാൻ ഒക്കെ ഉള്ള ഓർഡർ വരുന്നുണ്ടെന്നാണ് കേട്ടത്. കറക്റ്റ് അതിനെ പറ്റിയൊരു വിവരം കിട്ടിയില്ല. ഇത് ഇപ്പൊ ഈ മുണ്ടക്കൈക്കൊക്കെ അടുത്തുള്ള മേഖല തന്നെയാണോ ഇത്, അതോ അവിടെ നിന്ന് ദൂരമുണ്ടോ? അല്ലല്ല, ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു 24 കിലോമീറ്റർ അമ്പലവയൽ എടക്കൽ ഗുഹ എന്ന് പറയും. ആ ഭാഗങ്ങളിലാണ് ഇപ്പൊ ഈ പ്രശ്നമുള്ളത്. അമ്പലൽ പ്രദേശം. ഈ കാലാവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ അവിടെ? കാലാവസ്ഥ ശാന്തമാണ്. മഴയല്ല, ശാന്തമാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ്.